نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിനേറെ ഇഷ്ടപ്പെട്ട ഒരാഘോഷവേളയിലാണ് നമ്മളുള്ളത്. വ്യവസ്ഥാപിതമായി മതപരമായ പാരമ്പര്യത്തോടെയും പ്രാധാന്യത്തോടെയും രണ്ടാഘോഷങ്ങളാണ് ഇസ്ലാം നമുക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതിലൊന്ന് ഇപ്പോൾ നാം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈദുൽ ഫിത്തറും മറ്റൊന്ന് ഹജ്ജുമായി ബന്ധപ്പെട്ട ഈദുൽ അദ്ഹയുമാണ്. ഇതല്ലാത്ത മതപരമായ മറ്റൊരാഘോഷം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം വേറെ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ വലിയ തൗഫീക്കിനാൽ ഒരു മാസക്കാലം നീണ്ടുനിന്ന പരിശുദ്ധ റമളാനിൽ നോമ്പെടുത്തും നമസ്കരിച്ചും ദിക്റുകളും സ്വലാത്തുകളും വർദ്ധിപ്പിച്ച് മനസ്സും ശരീരവും ശുദ്ധമാക്കി പടച്ച റബ്ബിൻ്റെ മുന്നിൽ അള്ളാഹുവിന് വേണ്ടി ഈദ് ആഘോഷിക്കുവാനാണ് ഈ ഈദ് മുസല്ലയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ സന്തോഷ സന്ദർഭത്തിൽ എല്ലാവർക്കും ഈദാശംസകൾ കൈമാറുകയാണ്. ഈദ് മുബാറക്, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ചു തന്ന കനിഞ്ഞരുളിയ വല്ലാത്തൊരനുഗ്രഹമാണ്. ആ പരിശുദ്ധ റമളാൻ ഇതാ നമ്മോട് യാത്ര ചോദിച്ചിരിക്കുകയാണ്. ഈ പരിശുദ്ധ റമളാൻ എന്താണ് നമുക്ക് നൽകിയത് എന്ന് ചോദിച്ചാൽ, ഈ പരിശുദ്ധ റമളാനിലൂടെ എന്ത് നേടാനാണ് നമുക്ക് സാധിച്ചത് എന്ന് ചോദിച്ചാൽ, അതിന് ഉത്തരം ഒന്നു മാത്രമാണ്. ഏറ്റവും നല്ലൊരു വസ്ത്രം ധരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം. ആ വസ്ത്രം ഞാൻ ഉദ്ദേശിച്ചത് ഇന്നിവിടെ ഈദ്ഗാഹിലേക്ക് കടന്നു വന്നപ്പോൾ ഞാനും നിങ്ങളും ധരിച്ച വസ്ത്രത്തെക്കുറിച്ചല്ല, ഏതെങ്കിലും ടെക്സ്റ്റൈൽസുകളിൽ നിന്നോ ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്നോ വാങ്ങാൻ ലഭിക്കുന്ന വസ്ത്രത്തെക്കുറിച്ചുമല്ല. മറിച്ച് ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനം കൊണ്ട് വിശുദ്ധ ഇസ്ലാം ഒരു വസ്ത്രം നേടാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു വസ്ത്രം ധരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ആ വസ്ത്രത്തിൻ്റെ പേരാണ് തഖ്വ.
വലിബാസു തഖ്വ ദാലിക ഖൈർ, അതാണ് ഏറ്റവും നല്ല വസ്ത്രം. തഖ്വയാകുന്ന വസ്ത്രമാണ് ഏറ്റവും നല്ല വസ്ത്രം. അതാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും നരകമോചനത്തിനും കാരണമാകുന്ന വസ്ത്രം എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, പരിശുദ്ധ റമളാൻ നമ്മോട് യാത്ര ചോദിച്ച് ശവ്വാലിന്റെ 1-ാമത്തെ ദിവസത്തിലേക്ക് കടന്നു വന്ന ഈദുൽ ഫിത്തർ ആഘോഷിക്കാൻ ഈദ്ഗാഹിൽ ഒരുമിച്ചു കൂടിയ എന്നോടും നിങ്ങളോടും ഒന്നാമതായി സൂചിപ്പിക്കുവാനുള്ളത്, ഒരു മാസക്കാലം കൊണ്ട് നേടിയെടുത്ത തഖ്വ എന്ന പരിശുദ്ധമായ ഈ വസ്ത്രത്തിൽ ഇനിയുള്ള ജീവിതകാലത്തിൽ കറപുരളാതെ അഴുക്ക് പറ്റാതെ മുന്നോട്ടു പോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരെ, അവസാന ശ്വാസം വരെ ഈ തഖ്വയാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ സാധിച്ചാൽ അവർക്കുള്ളതാണ് സ്വർഗമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഏറ്റവും വലിയ സന്ദേശമായിരിക്കണം ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ കൈമാറാൻ നമുക്ക് സാധിക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് പെരുന്നാൾ ആഘോഷിക്കാൻ അവർക്ക് അർഹതയുള്ളത്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, പെരുന്നാളായി എന്നറിഞ്ഞതോടുകൂടെ, ലാഭ് കണ്ടു എന്നറിഞ്ഞതോടുകൂടെ ഈ പെരുന്നാൾ നമസ്കാരത്തിന്റെ തൊട്ടു മുൻപ് വരെ ഏറ്റവും കൂടുതൽ ഞാനും നിങ്ങളും ആവർത്തിച്ച് പ്രഖ്യാപിച്ച വാചകം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നീയാണ് ഏറ്റവും വലിയവൻ നാഥാ, നീയാണ് ഏറ്റവും വലിയവൻ, നീയല്ലാതെ മറ്റൊരാരാധ്യനില്ല, എല്ലാ സ്തുതികളും നിനക്കാണ് റബ്ബേ എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ച മുസ്ലിമേ, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും പടച്ച റബ്ബിനോട് മാത്രം സഹായം ചോദിക്കാൻ, അള്ളാഹുവോട് മാത്രം ദുആ ചെയ്യാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. ജീവിതാന്ത്യം വരെ പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ആഘോഷിക്കാനുള്ളതാണ് പെരുന്നാൾ. പക്ഷേ ഏത് ആഘോഷത്തിന്റെയും ഇസ്ലാമിക മാനം തഖ്വയിൽ അധിഷ്ഠിതമായിരിക്കണമെന്നതാണ്. പെരുന്നാളിന്റെ ഇന്നലെ വരെ ആരാധനകളാൽ ആരാധനകളെ ആഘോഷമായി കണ്ടവരാണ് നമ്മളൊക്കെയും. ആഘോഷമായിരുന്നു ഇന്നലെ വരെ നമുക്ക് നോമ്പായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് നോമ്പ് ഹറാമാണ്. ഇന്നലെ വരെ ആരാധനകളെ ആഘോഷമാക്കി നമ്മൾ പള്ളികൾ സജീവമായിരുന്നു, ദിക്റുകൾ കൊണ്ട്, ദുആ കൊണ്ട്, ഖുർആൻ പാരായണം കൊണ്ട് സജീവമായിരുന്നു നമ്മളൊക്കെ. എന്നാൽ ഇന്ന് ആഘോഷത്തെ ആരാധനയാക്കി മാറ്റിയിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇന്നലെ വരെ ആരാധനയെ ആഘോഷമാക്കി മാറ്റിയെങ്കിൽ ഇന്നിതാ ആഘോഷത്തെ ആരാധനയാക്കി മാറ്റിയിരിക്കുകയാണ്. എന്തേ കാരണം? അള്ളാഹു പറഞ്ഞുവെന്നൊരൊറ്റ കാരണത്താൽ. പ്രിയപ്പെട്ട വിശ്വാസികളെ, അള്ളാഹുവും അവന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇസ്ലാമിലേക്ക് വിളിച്ചാൽ, ഒരു കാര്യത്തിലേക്ക് വിളിച്ചാൽ, സമിഅനാ വഅതഅനാ, ഇതാ റബ്ബേ ഞങ്ങളിതാ കേട്ടിരിക്കുന്നു, ഞങ്ങളിതാ അനുസരിച്ചിരിക്കുന്നു, പിന്നെ എന്റെ ആഗ്രഹത്തിന് അവിടെ വിലയില്ല, പിന്നെ എന്റെ ഇഷ്ടങ്ങൾക്ക് അവിടെ വിലയില്ല. അള്ളാഹുവിന്റെ ഇഷ്ടമാണ് ഏറ്റവും വലിയ ഇഷ്ടം, അവന്റെ പ്രവാചകന്റെ പൊരുത്തമാണ് ഏറ്റവും വലിയ പൊരുത്തം. ഇതാണ് തക്ബീറിലൂടെ നമ്മളൊക്കെയും പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇക്കഴിഞ്ഞ ദിവസം വരെ റമളാനിന്റെ പകൽ പ്രത്യേകിച്ച് ഏതൊരു നാഥന്റെ കൽപ്പനയനുസരിച്ചു കൊണ്ടാണോ നാം നോമ്പെടുത്തത്, ഏതൊരു നാഥനെയാണോ നാം ഭയപ്പെട്ടത്, ഈ റമളാൻ കഴിഞ്ഞാലും ആ നാഥനെ ഭയപ്പെടാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഏതെങ്കിലും പ്രത്യേകമായ കാലഘട്ടത്തിലോ സീസണിലോ മാത്രമുള്ള ഭക്തി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല. മറിച്ച് ലാ തകുൻ റമളാനിയൻ വലാ ശവ്വാലിയൻ വലാകിൻ കൂനു റബ്ബാനിയ, നിങ്ങൾ റമളാനിലെ ആളുകളാവരുത്, നിങ്ങൾ ശവ്വാലിന്റെ ആളുകളല്ല, മറിച്ച് അല്ലാഹുവിന്റെ ആളുകളായി നിങ്ങൾ മാറണം എന്ന് വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട രണ്ടാമത്തെ കാര്യം, ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നാം എടുത്ത നോമ്പും നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ മറ്റുള്ള ആരാധനകളും അല്ലാഹുവേ നീ സ്വീകരിക്കണേ എന്നതായിരിക്കണം. നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരങ്ങളും അല്ലാഹു സ്വീകരിക്കണം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ,
മുൻഗാമികളുടെ പ്രാർത്ഥന, പ്രവാചകന്മാരുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന ഈ കർമ്മം, ഞങ്ങൾ ചെയ്ത ഈ കർമ്മം നീ സ്വീകരിക്കണേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ, നമസ്കാര ശേഷമുള്ള ദുആകളിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ദുആ ചെയ്യേണ്ടത്, നാഥ റമളാനിലെ ഖിയാമുൽ ലൈൽ, നാഥ റമളാനിലെ തറാവീഹ് നമസ്കാരം, നാഥ റമളാനിലെ ഞങ്ങളുടെ സ്വതക്കകൾ നീ സ്വീകരിക്കണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ടായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ലോക മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു വേദനാജനകമായ സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, എക്കാലഘട്ടത്തിലെയും ശ്രദ്ധാകേന്ദ്രമായ പരിശുദ്ധ അഖ്സയുടെ ഭൂമിയിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ടവരായ മുസ്ലിമീങ്ങളായ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ചെറുതൊന്നുമല്ല. ഏറെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിലെ ഗസയിലെ മക്കളെ കുറിച്ച് ഓർക്കുമ്പോ, ആ മക്കളുടെ വാർത്തകൾ കേൾക്കുമ്പോ, ആ മക്കളെ കുറിച്ച് കാണുമ്പോ, അറിയുമ്പോ ഏതു മനസ്സാ കരഞ്ഞു പോകാത്തത്, ഏതു മനസ്സാ വേദനിക്കാത്തത്? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എല്ലാം തകർന്നടിയുന്ന രംഗങ്ങൾ. പിഞ്ചു കുഞ്ഞുങ്ങൾ മരണപ്പെടുകയാണ്, കൊല്ലപ്പെടുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ മാറോടണക്കി പിടിച്ച് പിതാക്കൾ, വാപ്പമാർ, ഉമ്മമാർ കരയുന്ന രംഗം നമ്മൾ കാണുകയാണ്. എല്ലാം തകർന്നടിയുകയാണ്. ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഭാര്യമാരെ, വിധവകളായി തീരുന്ന സഹോദരിമാരെ കാണുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതു മനസ്സാ വേദനിക്കാത്തത്? പക്ഷേ അവിടെ വല്ലാത്തൊരത്ഭുതമുണ്ട്, അവിടെ വല്ലാത്തൊരത്ഭുതമുണ്ട്. നിങ്ങളിൽ എത്ര പേർ അത് ശ്രദ്ധിച്ചുവെന്നറിയില്ല. ഇത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും, പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുമ്പോഴും, ഓരോ നേരത്തും പേടിയോടുകൂടി കഴിയുമ്പോഴും, മക്കൾ ഇങ്ങനെ കൊല്ലപ്പെടുമ്പോഴും, ആരാധനാലയങ്ങളും സ്കൂളുകളും ആശുപത്രികളും തകർക്കപ്പെടുമ്പോഴും അവരുടെ മുഖത്ത് മരണത്തെക്കുറിച്ച് പേടിയില്ല എന്നത് വല്ലാത്തൊരത്ഭുതമാണ്. ഖുദ്സിന്റെ മക്കളുടെ മുഖത്ത് പേടി നിങ്ങൾ കാണുന്നുണ്ടോ? ഖുദ്സിന്റെ മക്കളുടെ മുഖത്ത് പേടി നിങ്ങൾ കാണുന്നുണ്ടോ? ഖുദ്സിന്റെ മക്കളുടെ മുഖത്ത് ഭയം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞോ? ഖുദ്സിന്റെ മക്കളുടെ വർത്തമാനത്തിൽ പേടി നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. തകർന്നടിഞ്ഞു വീഴുന്ന ആ ആരാധനാലയങ്ങളുടെ, അവരുടെ വീടുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് പോലും വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ പാരായണം ചെയ്യുന്ന രംഗങ്ങൾ അവർക്ക് അല്ലാഹുവിൽ പ്രതീക്ഷയുണ്ട്. അതെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഖിയാമത്ത് നാൾ വരെ ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ലാ തസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. ഖിയാമത്ത് നാൾ വരെ ശത്രുക്കളുടെ മുമ്പിൽ തലകുനിക്കാതെ നിന്ന് പോരാടുന്ന ഒരു വിഭാഗം ഈ എന്റെ സമുദായത്തിൽ ഉണ്ടാകും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് വഅൈനഹും. അല്ലാഹുവിന്റെ പ്രവാചകരെ, അവരെവിടെയുള്ളവരാണ്? അവരാരാണ്? ഏത് രാജ്യത്തുള്ളവരാണ്? ഏത് പ്രദേശത്തുള്ളവരാണ്? ഖിയാമത്ത് നാൾ വരെ ശത്രുക്കളുടെ പീഡനങ്ങൾക്ക് മുമ്പിൽ, ശത്രുക്കൾ പേടിപ്പിക്കുമ്പോഴും ഭയമില്ലാതെ തലകുനിക്കാതെ നിൽക്കുന്ന ഒരു വിഭാഗം ഈ സമുദായത്തിലെ, ഈ ഉമ്മത്തിലെ പേടിയില്ലാത്ത മക്കളാരാ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അഖ്നാ ഫി ബൈത്തിൽ മുഖദ്ദസ്, അഖ്നാ ഫി ബൈത്തിൽ മുഖദ്ദസ്, അഖ്നാ ഫി ബൈത്തിൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസിന്റെ മക്കളാ, ഖുദ്സിന്റെ മക്കളാ. ആര് വന്ന് തകർക്കാൻ ശ്രമിച്ചാലും, ആരൊക്കെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാലും, ആരുടെ മുമ്പിലും തലകുനിക്കാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന, ഭയമില്ലാതെ, മരണത്തെ പേടിയില്ലാതെ നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഖിയാമത്ത് നാൾ വരെ ഈ സമുദായത്തിൽ ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നിതാ പ്രിയപ്പെട്ടവരെ കൺമുന്നിൽ കാണുകയാണ്. ദുആ ചെയ്യണം. ഇന്നത്തെ ഈദ് ഖുത്ബയിൽ ഈ ഒമാൻ ഔഖാഫ്, ഒമാൻ ഗവൺമെന്റ് പ്രത്യേകമായി നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ സഹോദരങ്ങൾക്ക് വേണ്ടി, ഗസയിലെ മക്കൾക്ക് വേണ്ടി, ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അവരുടെ ആശ്വാസത്തിന് വേണ്ടി, അവരുടെ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ നാട്ടിലെ സാഹചര്യവും വളരെയേറെ സങ്കീർണമാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷമായ മുസ്ലിം സമുദായം ഏറെ പേടിയോടുകൂടിയാണ്
ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഭയത്തോടു കൂടിയാണ്. അതല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ പേടിപ്പിക്കുവാനും മുസ്ലിമീങ്ങളെ ഭയപ്പെടുത്തുവാനും ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിന്റെ പ്രത്യേകത ഏത് മതമുള്ളവരെയും മതമില്ലാത്തവരെയും ഒരുപോലെ സ്വീകരിക്കുന്ന മഹത്തായ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അവിടെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ മതമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ ഇന്ത്യയുടെ മണ്ണിൽ പിറന്നു വീണ ഏതു മനുഷ്യർക്കും അവിടെ ജീവിക്കാനും സമാധാനത്തോടുകൂടി ജീവിക്കാനും ആ രൂപത്തിലുള്ള ഒരു ഭരണഘടനയാണ്, മഹത്തായ ഒരു ഭരണഘടനയുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതുകൊണ്ടല്ലേ മൗലാന അബുൽ കലാം ആസാദിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണെന്നറിയുമോ? ഈ കുത്തബ് മിനാറിന്റെ താഴികക്കുടത്തിൽ ഒരു മാലാഖ വന്ന് മൗലാന അബുൽ കലാം ആസാദ് താങ്കളോട് ചോദിക്കുകയാണ്, ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്ത് ഹിന്ദു മുസ്ലിം മൈത്രിയാണോ ഇവിടെ ആവശ്യം? അതല്ല ഈ രാജ്യത്ത് എന്താണ് താങ്കൾക്ക് ഇഷ്ടം എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്. ഞാൻ ആ മാലാഖയോട് ഞാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്ത് ഹിന്ദു മുസ്ലിം മൈത്രി ആ മാലാഖയോട് ഞാൻ ആവശ്യപ്പെടുമെന്നാണ്. ഇതാണ് ഇന്ത്യയുടെ പാരമ്പര്യം, ഇതാണ് മുൻഗാമികൾ നമ്മെ പഠിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വല്ലാത്ത പേടിയിലാണ്. പ്രത്യേകിച്ച് ഉത്ബുദ്ധരായ ഈ സദസ്സിനോട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടതില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പേടിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്നാരുടെ കൈകളിലാണോ ഇന്ത്യയുടെ ഭരണമുള്ളത്, ആ ആളുകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ, ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗത്തെ പേടിപ്പിക്കുന്നത്. അതല്ല, അവരാണ് ഇന്ത്യയുടെ ശത്രുക്കൾ, അവരാണ് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം മതത്തിന്റെ പേര് പറഞ്ഞ്, ഏതെങ്കിലും വിഭാഗങ്ങളുടെ പേര് പറഞ്ഞ് അവർ ശ്രമിക്കുന്നത് രാഷ്ട്രീയ അജണ്ടയാണ് എന്ന് തിരിച്ചറിയാനും അത് ലോകത്തെ പഠിപ്പിക്കാനും പ്രത്യേകിച്ച് ഇന്ത്യയിലെ ജനങ്ങളെ പഠിപ്പിക്കുവാനും നമുക്ക് സാധിക്കണം. തകർത്തുകൊണ്ടിരിക്കുകയാണ് ഹിന്ദു മുസ്ലിം മൈത്രിയെ, അവിടെയുള്ള ജനാധിപത്യ സംവിധാനങ്ങളെ, മതേതരത്വത്തെ എല്ലാം തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 500ഓളം വർഷം പാരമ്പര്യമുള്ള മഹത്തായ പള്ളിയെ തകർത്ത് ആ പള്ളിയുടെ മിനാരങ്ങളെ തകർത്ത് തരിപ്പണമാക്കുമ്പോ നമ്മളൊക്കെ വിചാരിച്ചു അതോടുകൂടി അവസാനിക്കും. ഇല്ല, അത് കഴിഞ്ഞടുത്തതിലേക്ക് പോവുകയാണ്. അവസാനം പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് 1000-ലേറെ പള്ളികളുടെ ലിസ്റ്റ്, 1000-ലേറെ പള്ളികളുടെ പേരുകൾ ഞങ്ങളുടെ കൈകളിലുണ്ട് എന്നതാണ്. ഇവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും മതവിഭാഗത്തെ ഇകഴ്ത്തുവാനോ ഏതെങ്കിലും മതവിഭാഗത്തെ കുറിച്ചുമല്ല ഈ പറയുന്നത്. ഞാനുകൊണ്ടാ നേരത്തെ പറഞ്ഞത്, ഇത്തരത്തിലുള്ള ശത്രുക്കളുടെ ലക്ഷ്യം മതമല്ല, മറിച്ച് അവരുടെ രാഷ്ട്രീയ അജണ്ടയാണ്, രാഷ്ട്രീയ ലക്ഷ്യമാണ്. അത്തരം ഫാസിസത്തെ, അത്തരം വർഗീയതയെ ഒന്നിച്ച് മതേതര കക്ഷികൾ ഒന്നിച്ച് ഐക്യത്തോടുകൂടെ നേരിടാനുള്ള അവസരത്തെ കൃത്യമായി വിനിയോഗിക്കാനും അത് ലോകത്തെ, അത് പ്രത്യേകിച്ച് ഇന്ത്യയിലെ ജനങ്ങളെ ഉത്ബുദ്ധരാക്കി അവരെ ബോധ്യപ്പെടുത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ വികാരമല്ല നമുക്ക് ആവശ്യം, ഇവിടെ വിവേകമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്ന ഈ സാഹചര്യം വർഗീയ ശക്തികളെ താഴെയിറക്കാൻ, ഫാസിസത്തെ ഇല്ലാതാക്കാൻ പറ്റിയ ഏറ്റവും നല്ല സുവർണാവസരം എല്ലാവരും കൃത്യമായി വിനിയോഗിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ ചേരിതിരിവില്ലാതെ, അവിടെ ഭിന്നിപ്പില്ലാതെ ഒന്നിച്ചു നിൽക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. ഇവിടെ ചേരിതിരിവുണ്ടായാൽ, ഇവിടെ ഭിന്നിച്ചാൽ, ഇവിടെ മതേതര കക്ഷികൾ പരസ്പരം മത്സരിച്ചാൽ നഷ്ടപ്പെടുന്നതും തകരുന്നതും ഐക്യമാണ്, സമാധാനമാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്യണം. അള്ളാഹുവിലാണ് അഭയം. വലാ തഹിനു, നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടേണ്ടതില്ല. വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. വഅൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹു നിങ്ങളെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും, ശത്രുക്കളെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈദ് ആഘോഷിക്കുമ്പോ നമ്മളൊക്കെ പ്രവാസികളാണ്. നമ്മൾ പ്രവാസികളാണ്. നമ്മുടെ രാജ്യത്താണ് പലരുടെയും മാതാപിതാക്കളുള്ളത്, പലരുടെയും കുടുംബക്കാരുള്ളത്, പലരുടെയും കൂട്ടുകാരുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യേകിച്ച് മാതാപിതാക്കളെ മറന്നുകൊണ്ടുള്ള ഒരു ഈദാഘോഷം നമുക്ക് വേണ്ട. പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ഈദാഘോഷം നമുക്ക് വേണ്ട. പ്രിയപ്പെട്ട മക്കളെ, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ഒരു വഖ്ത് പോലും
നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ? അവർ നമുക്ക് വേണ്ടി ജീവിച്ചവരാ അല്ല, അവർ നമുക്ക് വേണ്ടി ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാ. അവർക്ക് വേണ്ടി പോലും ജീവിക്കാൻ മറന്നുപോയവരാ. അതുകൊണ്ട് ഉമ്മയെ ഉപ്പയെ മറന്നുകൊണ്ടുള്ള ഒരു ഈദാഘോഷം നമുക്ക് വേണ്ട. ദുആ ചെയ്യണം. റബ്ബിർഹംകുമാ കമാ റബ്ബയാനാ സഗീറാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് ദീൻ പഠിപ്പിക്കണം, നമ്മുടെ മക്കൾക്ക് മതം പഠിപ്പിക്കണം. ആരാണ് റബ്ബ്, ആരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അറിയിച്ചു കൊടുക്കണം. മതം പഠിക്കാത്ത, ദീൻ പഠിക്കാത്ത ഒരു തലമുറ വളർന്നു വരുന്നു എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. സോഷ്യൽ മീഡിയയിലൂടെ, വാർത്തയിലൂടെ ദിനേന എന്നോണം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ വർത്തമാനങ്ങളും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പേടിപ്പിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് മതം പഠിപ്പിക്കണം, ദീൻ പഠിപ്പിക്കണം, ഖുർആൻ പഠിപ്പിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയിച്ചു കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ഖുത്ബ അവസാനിപ്പിക്കുമ്പോ നിങ്ങളോട് പ്രത്യേകമായ ഒരു വസിയത്ത് നൽകുകയാണ്. ആ വസിയത്ത് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ് ഖുത്ബയിൽ പ്രത്യേകമായി നിങ്ങളോട് വസിയത്ത് ചെയ്തതാണ്. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം. പ്രത്യേകിച്ച് നിങ്ങളുടെ വേഷവിധാനത്തിൽ, വസ്ത്രത്തിൽ ഇസ്ലാമികമായ വേഷം ധരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഏത് രംഗത്തും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന നിങ്ങളുടെ ഭർത്താക്കന്മാരെ മറന്നുകൊണ്ടുള്ള ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിനെ ഭയപ്പെടണേ എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നുകൂടെ പറയട്ടെ, ശവ്വാലിലെ 6 നോമ്പുകൾ നമ്മുടെ മുന്നിലുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ ആ ശവ്വാലിലെ 6 നോമ്പുകൾ എടുക്കണം. കഴിയുമെങ്കിൽ നാളെ മുതലുള്ള തുടർച്ചയായ 6 ദിവസത്തിൽ നിങ്ങൾ നോമ്പെടുക്കണം. അതല്ല, ഈ ശവ്വാലിൽ ഏതെങ്കിലും 6 ദിവസത്തിൽ അതെടുത്ത് വീട്ടിയാൽ 1 വർഷം മുഴുവൻ നോമ്പെടുത്തതിന്റെ കൂലിയാണ് എന്നുകൂടെ നിങ്ങൾ ഓർക്കണം. അവസാനിപ്പിക്കുമ്പോ ഒരു കാര്യം പറയാതെ എനിക്ക് വയ്യ. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ്ഗാഹിന്റെ പ്രത്യേകമായ സുന്നത്തായി പഠിപ്പിച്ച ഒന്നാണ് ഈദ്ഗാഹിലെ സ്വതക്ക. ഈദ്ഗാഹിലെ സ്വതക്ക ഓരോരുത്തരും സ്വതക്ക ചെയ്യണം. ആ സ്വതക്ക നമുക്ക് പ്രത്യേകമായ ഫണ്ട് ഉണ്ടാക്കാനല്ല, മറിച്ച് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ ഏതെങ്കിലും ഒരു നേരത്തിന് ഭക്ഷണം കൊടുക്കാൻ അത് സാധിച്ചാൽ, ഏതെങ്കിലും ഒരാൾക്ക് ഹിദായത്തിന്റെ സന്ദേശം എത്തിക്കാൻ അതുകൊണ്ട് സാധിച്ചാൽ, നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു പക്ഷേ അത് കാരണമായി മാറിയേക്കാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരിമാരെ, നിങ്ങളുടെ കയ്യിലുള്ളത് സ്വതക്കയായി, ഈദ്ഗാഹിന്റെ സ്വതക്കയായി, ഈദ്ഗാഹിന്റെ സുന്നത്തായി നിങ്ങൾ കാണണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ നാഥ, ഈ പരിശുദ്ധ ഈദ്ഗാഹിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ ഈദ് നമസ്കാരം, ഞങ്ങളുടെ ഈദ് ഖുത്ബ, ഞങ്ങൾ നൽകിയ സക്കാത്തുൽ ഫിത്തർ നീ സ്വീകരിക്കണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഇക്കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ നോമ്പെടുത്ത് ദുആ ചെയ്തുകൊണ്ട് ഞങ്ങൾ കഴിച്ചുകൂട്ടിയില്ലേ നാഥ, ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ നമസ്കാരങ്ങളും ഞങ്ങളുടെ ഖുർആൻ പാരായണങ്ങളും ഞങ്ങളുടെ രാത്രി നമസ്കാരങ്ങളും റബ്ബേ നീ സ്വീകരിക്കണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, പ്രത്യേകിച്ച് ഇക്കഴിഞ്ഞ റമദാനിൽ അവസാനത്തെ 10 ഒറ്റയായ രാവുകളിൽ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. നിന്റെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ നാഥ. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാവ് ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ റബ്ബേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഈ റമദാൻ ഞങ്ങളോട് യാത്ര ചോദിക്കുകയാണ്, അല്ല നിന്നിലേക്ക് തിരിച്ചു വരികയാണ് റബ്ബേ. ഈ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് തിന്മകളുണ്ട്, ഒരുപാട് തെറ്റുകളുണ്ട്, ഒരുപാട് അബദ്ധങ്ങളുണ്ട്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, വാപ്പമാർ, ഉമ്മമാർ മരണപ്പെട്ടു പോയവരുണ്ട്. ഈദ് ആഘോഷിക്കുമ്പോ, ഞങ്ങൾ സന്തോഷിക്കുമ്പോ അവരെ ഓർക്കാതെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ റബ്ബേ ഞങ്ങൾക്കൊരു നിമിഷം പോലും കടന്നു പോകാൻ കഴിയുന്നില്ല. അല്ലാഹുവേ, അവർക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ. അവരുടെ ഖബറുടെ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ ഖബറിലേക്ക് സ്വർഗത്തിന്റെ ഒരു കവാടം തുറന്നു വെച്ച് അവരെ നീ സന്തോഷിപ്പിക്കണേ റഹ്മാനെ.
അള്ളാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, രോഗം കൊണ്ടും പ്രായം കൊണ്ടും പ്രയാസപ്പെടുന്നവർ, എല്ലാ അർത്ഥത്തിലും നീ അവർക്ക് സമാധാനം നൽകണ റഹ്മാനെ, അവർക്ക് ആശ്വാസം നൽകണ റഹ്മാനെ. നാഥാ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകണ റഹ്മാനെ. അള്ളാഹുവേ, എല്ലാവിധ പിശാചിന്റെ ശർറിൽ നിന്നും ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഈ രാജ്യം ഞങ്ങൾക്ക് റിസ്ക് നൽകാൻ കാരണമായ ഈ രാജ്യത്തിനും ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കും നീ എല്ലാ രൂപത്തിലുള്ള ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, പ്രത്യേകിച്ച് ഈ രാജ്യത്തെ എല്ലാവിധ വിജയത്തിലേക്കും നയിച്ച ബഹുമാന്യനായിരുന്ന മരണപ്പെട്ടുപോയ സുൽത്താൻ കാബൂസ് ബിൻ സഈദ് റഹ്മഹുല്ലാ, നാഥ, അദ്ദേഹത്തിന്റെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണ റഹ്മാനെ. നാഥ, ഈ രാജ്യത്തെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന നയിച്ചുകൊണ്ടിരിക്കുന്ന സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഹഫിളഹുല്ലാ, നാഥ, അദ്ദേഹത്തിന് നീ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ, മുസ്ലിം ഭരണാധികാരികൾക്കിടയിൽ ഐക്യവും സമാധാനവും സന്തോഷവും നിലനിർത്തി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. നാഥ, ഞങ്ങൾ കടന്നു വന്ന ഞങ്ങളുടെ രാജ്യം ഇന്ത്യ എന്ന രാജ്യം സമാധാനവും സന്തോഷവും ഐക്യവും മതേതരത്വവും നിലനിർത്തി മുന്നോട്ട് പോകാൻ നീ സഹായിക്കണ റഹ്മാനെ. വർഗീയ ശക്തികളെ നീ പരാജയപ്പെടുത്തണ റഹ്മാനെ. നാഥ, ഫലസ്തീനിന്റെ മക്കളെ ഓർക്കാതെ അവരെ കുറിച്ച് ഓർക്കുമ്പോ ഞങ്ങളുടെ മനസ്സു വേദനിക്കുകയാണ് നാഥ. അവർക്ക് നീ സമാധാനം നൽകണ റഹ്മാനെ, അവർക്ക് നീ ആശ്വാസം നൽകണ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ആ ശത്രുക്കളെ, അവിടുത്തെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഈ ഈദ്ഗാഹിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ ഈ ഈദ്ഗാഹിന് വേണ്ടി സ്ഥലം നൽകിയ ഈ അൽ കറാമയെ, അതിന്റെ മാനേജ്മെന്റിനെ പ്രത്യേകമായി ഞങ്ങൾ ഓർക്കുകയാണ് നാഥ. അവർക്ക് നീ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഇവിടെ ഞങ്ങൾ ഈദ്ഗാഹിലേക്ക് ഇന്ന് രാവിലെ വരുമ്പോ എല്ലാം ഒരുക്കാൻ വേണ്ടി ഇന്നലെ രാത്രിയിൽ ഉറക്കമൊഴിവാക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്, സുലാഹി സെന്ററിന്റെ പ്രവർത്തകരുണ്ട്. നാഥ, അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. നാഥ, അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഈ ഈദ്ഗാഹിൽ നിന്ന് ഞങ്ങൾ പിരിയുമ്പോ, ഈദ്ഗാഹിൽ വെച്ച് ഞങ്ങൾ ദുആ ചെയ്യുമ്പോ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സഹോദരനെ ഓർക്കാതെ, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ ഞങ്ങൾക്ക് പ്രാർത്ഥന അവസാനിപ്പിക്കാൻ കഴിയില്ല. ഈ ഈദ്ഗാഹിൽ നിന്ന് ഞങ്ങൾക്ക് പിരിയാൻ കഴിയില്ല നാഥ. ഈ കറാമയുടെ മുറ്റത്ത് എന്നു മുതൽ ഈദ്ഗാഹ് ഞങ്ങൾ ആരംഭിച്ചോ അന്നു മുതൽ ഈ ഈദ്ഗാഹിന് വേണ്ടി ഓടി നടന്ന, ഇവിടെ വരുന്നവരെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിന്നിരുന്ന, ഇവിടെ വരുന്ന നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കിയിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബ്ദുൾ റസാഖ് സാഹിബിനെ മറന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പിരിയാൻ കഴിയില്ല നാഥ. അദ്ദേഹം ഞങ്ങളിൽ നിന്ന് വിട്ടുപോയി അല്ല, അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം വാങ്ങാൻ അദ്ദേഹം നിന്റെ അടുത്തേക്ക് യാത്രയായി വന്നതാണ് നാഥ. നീ അദ്ദേഹത്തെ സ്വീകരിക്കണ റഹ്മാനെ. അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അദ്ദേഹത്തിന്റെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഏതേത് സമയത്ത് മരണം വന്ന് ഞങ്ങളെ വിളിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് നാഥ ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. അവസാനിപ്പിക്കുകയാണ് നാഥ, ഞങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രയാസപ്പെടുന്നവരുണ്ട് നാഥ. എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. നാഥ, പ്രാർത്ഥിച്ച് കൊതി തീരുന്നില്ല റബ്ബേ. പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോ അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ സമയത്ത് ഞങ്ങളുടെ മനസ്സ് ശുദ്ധമാണ്, ഈ സമയത്ത് ഞങ്ങളുടെ ശരീരവും ശുദ്ധമാണ് നാഥ. ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, നാളെ പരലോകത്ത് നിന്റെ കോടതിയിൽ ഞങ്ങൾ വന്ന് നിൽക്കുമ്പോ ഞങ്ങൾക്ക് നീ വലതുകയിൽ ഗന്ധം നൽകി നീ ഞങ്ങൾ ആദരിക്കണ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോ വീണ്ടും 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 നിന്നോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് റബ്ബേ, ഞങ്ങളുടെ മനസ്സിൽ ഒരു കറ പോലും ഇല്ലാത്ത രൂപത്തിൽ ഈ ഈദ്ഗാഹിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ربنا تقبل منا إنك أنت السميع العليم
وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. تقبل الله منا ومنكم. عيدكم مبارك. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഒമാനിന്റെ അകമഴിഞ്ഞ ഈദാശംസകൾ എല്ലാവർക്കും നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആദരണീയനായ പണ്ഡിതൻ ഷമീർ ചന്ദ്രാപ്പനി ഉസ്താദ് നിങ്ങൾ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ട രീതിയിലുള്ള ഇസ്ലാമിക വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ വിവിധ മദ്രസകൾ ഇവിടെ നടത്തി വരുന്നുണ്ട്. നിങ്ങളുടെ കൈകളിലേക്ക് അതിന്റെ നോട്ടീസ് എത്തിയിട്ടുണ്ട്. നമ്മുടെ മക്കളെ നാളേക്ക് നമുക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി, വളർത്തുന്നതിന് വേണ്ടി നമ്മുടെ റൂബിയിൽ തന്നെ ശനിയാഴ്ചകളിൽ മാത്രമായി കൊണ്ട് നടത്തുന്ന അൽ അമാന മദ്രസയും, അതുപോലെ ആഴ്ചയിൽ 3 ദിവസം ഞായർ, ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ നടത്തുന്ന മസ്ജിദ് ഇസ്ലാഹി മദ്രസയും റൂബിയിൽ നടന്നുണ്ട്. അതുപോലെ തന്നെ ഒമാനിലെ മദ്രസ സൗകര്യമില്ലാത്ത വിവിധ പ്രവിശ്യകളിലുള്ള, വിവിധ റീജിയനുകളിലുള്ള, ഗ്രാമങ്ങളിലുള്ള കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി, മദ്രസയിൽ പോകാൻ കഴിയാത്ത കുട്ടികൾക്ക് വേണ്ടി ഓൺലൈൻ മദ്രസയും ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഒമാനിന് കീഴിൽ ശനിയാഴ്ചകളിൽ നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് ഹിഫ്ദ് പഠിപ്പിക്കുന്നതിന് വേണ്ടി ആഴ്ചയിൽ 3 ദിവസം ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ ഓൺലൈൻ ആയിക്കൊണ്ട് ഓൺലൈൻ മദ്രസയും, അതുപോലെ സീബ് അൽഹേൽ പെട്രോൾ പമ്പിന് സമീപം ഓഫ്ലൈൻ മദ്രസയും നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ എല്ലാ വെള്ളിയാഴ്ചകളിലും റൂബിയിലുള്ള കാബൂസ് മസ്ജിദിന് സമീപമുള്ള വെള്ളിയാഴ്ചകളിൽ മഗ്രിബിന് ശേഷം ഇസ്ലാമിക ക്ലാസുകൾ നടക്കുകയാണ്. അതുപോലെ തന്നെ ചൊവ്വാഴ്ചകളിൽ ഡ്യൂട്ടി സമയം കഴിഞ്ഞ് താമസിച്ചു വരുന്നവർക്ക് 8:45 ആരംഭിക്കുന്ന ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളും ഈ സെന്ററിൽ നടക്കുന്നുണ്ട്. വിവിധ പ്രോഗ്രാമുകൾ, ഇസ്ലാമിക ക്ലാസ് നടക്കുന്ന ഇസ്ലാഹി സെന്ററുമായി എല്ലാവരും വന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ ഈ ആശംസകൾ.